ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ പേര് സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പാത്തുവിൻ്റെ ഒരു ദിവസം കാണിക്കാവോ എന്ന്. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് കണ്ടൻറ്റ് എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നാളും ചെയ്യാഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുന്നത് ഓരോ ദിവസം ഓരോ സമയത്താണ് കേട്ടോ. അപ്പോൾ പാത്തൂസ് ഞങ്ങൾ രണ്ടുപേരും എണീറ്റിട്ടും നല്ല ഉറക്കമായിരുന്നു. വാത്തു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയൂ, ഉറക്കെ പറ, വീടരുത് കേട്ടോ. ആ അമ്മ എടുക്കണോ? ആ അങ്ങനെ റൂമിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ദിനുവിൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ രാത്രിയിലാണെങ്കിലും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും, ചൂട് കാരണം. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ചൂടാണ്. ഇതിനേക്കാൾ ചൂടായിരിക്കും നാട്ടിലെന്നറിയാം, പക്ഷേ ബാംഗ്ലൂരും ഇപ്പോൾ നല്ല ചൂടാണ്. അമ്മയുടെ ബേബിയോ? അമ്മയുടെ ബേബി അല്ല, പാത്തുവിൻ്റെ ബേബിയാ. അമ്മയുടെ ബേബി പാത്തുവാ. പിന്നെ പാത്തുവിനെ പല്ല് തേപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ. പല്ല് തേപ്പിക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കാനായിട്ട് അവളെ തന്നെ പല്ല് തേക്കാനായിട്ട് വിടും. അത് കഴിഞ്ഞ് ഞാനും കൂടെ ഒന്നുകൂടെ ബ്രഷ് ചെയ്തിട്ട് അവൾ വായൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഒന്ന് ചെയ്യുന്നതും നല്ലതാണ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അവളെ ഞാനും കൂടെ ഒന്ന് ബ്രഷ് ചെയ്യിക്കണം അവൾ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ പല്ല് തേക്കുന്നതിന് മുന്നായിട്ട് തന്നെ അവളൊന്ന് ടോയ്ലറ്റിൽ പോയിട്ടുണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പല്ല് തേപ്പിക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാത്തുവിനെ എങ്ങനെയാണ് പോട്ടി ട്രെയിനിങ് കൊടുത്തത്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്, ഫീഡിങ് നിർത്തിയത് എങ്ങനെയാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പാത്തുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തിയാണ്. നേരത്തെയൊക്കെ അവൾക്ക് ദോശയായിരുന്നു ഭയങ്കര ഇഷ്ടം, ഇഡ്ഡലി കഴിക്കത്തേയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇഡ്ഡലിയാണ് ഇഷ്ടം ദോശയെക്കാട്ടിലും. അപ്പോൾ സാമ്പാറും ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ ആൾ നല്ല ഹാപ്പിയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാ. നമ്മൾ ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പം അവരൊന്ന് കഴിക്കാറാകുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ അവർക്ക് കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അവർക്ക് സെപ്പറേറ്റ് ഫുഡാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമെങ്കിലും നമ്മൾ വീട്ടിലാക്കണ ഫുഡ് അത് തന്നെ അവർക്കും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എരിവാണെങ്കിലും കുറച്ചൊക്കെ കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. ഞാനങ്ങനെ പാത്തുവിനെല്ലാം കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്തു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇതാ പാത്തുവിൻ്റെ ഐബ്രോസിൽ ഞാൻ വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഐബ്രോസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ എന്നും ഒരു അരമണിക്കൂറോളം ഇങ്ങനെ തൊട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ഡ്രൈ ആവും. അങ്ങനെ ആക്കി കഴിയുമ്പോൾ പോയി കുളിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം വീണ്ടും പിരികമൊക്കെ വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഇങ്ങനെ പൊഴിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല, പക്ഷേ വീണ്ടും ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെളിച്ചെണ്ണ നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. നമ്മൾ മുടി വളരുന്നത് പോലെ തന്നെ ഐബ്രോസ് ആണെങ്കിലും നല്ല രീതിയിലൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് തേക്കാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ പാത്തുവിനാണെങ്കിൽ ഇനിയിപ്പം ക്ലീനിങ്ങിൻ്റെ ടൈമാണ്. ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടി ക്ലീൻ ചെയ്യും. വെക്കേഷൻ ആയതുകൊണ്ട് കേട്ടോ, സ്കൂളിൽ പോകുന്ന സമയത്ത് പറ്റില്ല. വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ കൂടി ക്ലീൻ ചെയ്യും. അപ്പോൾ ഇന്ന് പാത്തുവിൻ്റെ ടോയ്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിനാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അതിലെല്ലാം നല്ലതായിട്ട് പൊടിയായിട്ടുണ്ട്. അത് മാത്രമല്ല കുറേ സാധനങ്ങൾ അവൾ അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. കാണുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതിലേക്ക് വയ്ക്കും. ഇപ്പോൾ ഗിഫ്റ്റ് എന്തെങ്കിലും ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു പേപ്പർ സഹിതം അവൾ ഈ ഒരു ബോക്സിലേക്ക് വയ്ക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വേണ്ട സാധനങ്ങളും എടുത്ത് വയ്ക്കുകയും വേണ്ടാത്ത സാധനങ്ങൾ ഞാൻ വേസ്റ്റിൽ കളയാറുമാണ് കേട്ടോ പതിവ്. അപ്പോൾ ഓരോന്നും ഞാനിങ്ങനെ മാറ്റി അടുക്കി ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര ദിവസം ഇങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല, എന്തായാലും അടുക്കി ഒതുക്കി വെച്ചു ഓരോ ബോക്സിലും വേണ്ടത്. അപ്പോൾ പിന്നെ കളിക്കുന്ന സമയത്ത് അവളോട് തന്നെ ഞാൻ പറയും കളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓരോന്നും എടുത്ത് തിരിച്ചു വെക്കണം. അതിപ്പോൾ എന്തായാലും അവൾ യൂസ്ഡ് ആയിട്ടുണ്ട്, അവൾ തന്നെ ചെയ്യും. കളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അവളുടെ സാധനങ്ങൾ തിരിച്ച് അവൾ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൾ പിസ്തായും കാഷ്യൂനട്ടും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ സാധനങ്ങളായിരിക്കും ഞാൻ കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള 1-2 ഓപ്ഷൻസ് അവൾക്ക് കൊടുക്കും. അപ്പോൾ അവൾ അതിലേത് വേണമെന്ന് പറയുന്നു അത് ഞാൻ അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ പതുക്കെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ആൾ വന്നിട്ടുണ്ട്. കുളിച്ച് കഴിയുമ്പോഴേ തന്നെ ഞാൻ പൊട്ടൊക്കെ തൊടിയിക്കും. പക്ഷെങ്കിൽ അവൾ കണ്ണെഴുതാൻ സമ്മതിക്കാറില്ല കേട്ടോ. വല്ലപ്പോഴുമാണ് കണ്ണെഴുതുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കുഞ്ഞിൻ്റെ കൂടെ പോയിരുന്ന് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡോളിൻ്റെ കൂടെ പോയിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിലെ ഗായത്രി ആൻറ്റി അവൾക്ക് കളിക്കാനായിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അത് വെച്ച് ഭയങ്കര കളിയാണ്. അങ്ങനെ പാത്തു അവിടെ ഇരിക്കുന്ന സമയത്ത് പാത്തുവിന് ഉച്ചക്കത്തേക്കിനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് ഞാൻ. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതായിരുന്നു. അപ്പോൾ ആ നെയ്ക്കൂട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നെയ്യ് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതെന്ന് പറയുന്നത് അരി നന്നായിട്ട് വാഷ് ചെയ്താണ്. അരിയും ചെറുപയർ പരിപ്പില്ലേ അതും കൂടെ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നതാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ നെയ്ക്കകത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് മാറുന്നിടം വരെ നമ്മൾ പരിപ്പും അരിയും ക്യാരറ്റും കൂടെ നന്നായിട്ട് നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 5-6 വിസിൽ വരെ വെക്കാം. അത് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ പാത്തുവിന് ഓരോ സമയത്തും ഞാൻ ഓരോ ഫുഡായിരിക്കും. കഞ്ഞിയാണെങ്കിൽ തന്നെ പല രീതിയിലും ഞാൻ കഞ്ഞിയാക്കി കൊടുക്കാറുണ്ട്. കഞ്ഞിയൊക്കെ കൊടുക്കുന്ന ഹെൽത്തി തന്നെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവർക്ക് കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. കഞ്ഞി അതുപോലെ തന്നെ ചോറാണെങ്കിലും നമ്മൾ വെക്കുന്ന കറികളൊക്കെ അവർക്ക് കൊടുത്ത് പഠിപ്പിക്കണം. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നവർക്ക് കഞ്ഞിയാക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോറ് കഴിക്കുമ്പോൾ അവൾക്കും ചോറ് തന്നെയായിരിക്കും. വെക്കുന്ന കറികളെല്ലാം കൂട്ടി കൊടുക്കാറുണ്ട്. ആകെ അവൾ കഴിക്കുകയില്ലാത്തത് പാവയ്ക്ക മാത്രമാണ് കേട്ടോ ഇപ്പോൾ കഴിക്കുകയില്ലാത്തത്. ബാക്കിയൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ അവളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അവളുടെ ബേബിയായിട്ട് പോയിരുന്ന കുറച്ച് നേരം കാർട്ടൂൺ കാണുകയാണ്. അപ്പോൾ കാർട്ടൂൺ ഞാൻ വെച്ച് കൊടുക്കും. കാരണം വേറെ ടൈം പോകാനായിട്ട് അവൾക്ക് വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കാർട്ടൂൺ വെച്ച് കൊടുക്കും. ആ സമയത്ത് ഞാൻ എൻ്റെ ബാക്കി ജോലികളൊക്കെ തീർക്കാനായിട്ട് ശ്രദ്ധിക്കും. പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകും. എനിക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം അതൊക്കെ ഞാൻ ആ സമയത്ത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് അതിൽ കൂടുതലില്ല കേട്ടോ. പാത്തുവിനെ ഒന്ന് എഴുതിപ്പിക്കാനൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ 4 ലൈൻ ബുക്ക് വാങ്ങിയിട്ടുണ്ട്. എഴുതിപ്പിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും പിള്ളേരെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും. അപ്പം എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ലാത്ത ആളും കൂടിയാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് പാത്തുവിനെ എഴുതിപ്പിക്കാനായിട്ട് നോക്കും. അവൾക്ക് തീരെ താല്പര്യമില്ല കേട്ടോ എൻ്റെ അടുത്തിരുന്ന് പഠിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ അങ്ങനെ എഴുതിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആകും. അപ്പോൾ ഇന്ന് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ജനുവരി 1 എങ്ങാണ്ടാണ് ഞാൻ ലാസ്റ്റ് പാസ്ത ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പാസ്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പാസ്ത എടുത്തിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. ഒത്തിരി വെന്ത് പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആവശ്യത്തിന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെള്ളം വാലാനായിട്ട് പാസ്ത വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പാസ്ത ഉണ്ടാക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ട് പാത്തുവിന് ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ വെളുത്തുള്ളി കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്തിട്ടാൽ മതിയാകും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ടീസ്പൂൺ മൈദയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇത് സ്ഥിരമായിട്ട് പിള്ളേർക്ക് കൊടുക്കുന്നതൊന്നും അത്ര നല്ലതല്ല. വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ തന്നെ ഒത്തിരിയും കാലങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് പാസ്ത ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ മൈദ ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം തിളപ്പിച്ചാറിയ പാൽ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർക്കുകയാണ്. അപ്പോൾ പാൽ ചേർക്കുന്ന സമയത്ത് ഇത് നല്ല തിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം മൈദയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറുകി വന്നുകൊണ്ടിരിക്കും. കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് പാല് ഞാൻ തിളപ്പിച്ചാറിയതാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പാല് മൊത്തം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലർ ഫ്രഷ് ക്രീം ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കും പാലൊഴിക്കാതെ. അപ്പം ഞാൻ പാലിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ.
ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത്. അത് മാത്രമല്ല വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് പാസ്ത ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ വെളുത്തുള്ളി ഇട്ട് വഴറ്റി കൊടുത്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പാത്തുവിന് പാസ്തയുടെ സമയത്ത് വെജിറ്റബിൾസ് ഒന്നും ഇടുന്നത് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് സോസിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തോന്നും ഈ ഒരു വൈറ്റ് സോസ് കുറച്ച് കൂടുതലാണെന്ന്, പക്ഷേ അല്ല, ഇത് പെട്ടെന്ന് തന്നെ കുറുകി വറ്റിപ്പോകും. അതുകൊണ്ട് തന്നെ കുറച്ചധികം സോസ് ഇരിക്കുകയാണ് എപ്പോഴും നല്ലതല്ല എന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് കൊള്ളില്ല. പിന്നെ ഈ ഒരു പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും ചെറിയ പീസസ് ആയിട്ട് കുരുമുളകും ഉപ്പും ഇട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം അതും വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ ചിക്കൻ വൈറ്റ് സോസ് പാസ്തയായി. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളെ മാറ്റങ്ങൾ വരുത്തി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. അങ്ങനെ പാത്തുവിന് പാസ്ത കഴിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചൂടാണെങ്കിലും പെട്ടെന്ന് ആറി വരും. എന്നാ കഴിക്കുന്നത്? പാസ്ത ഇഷ്ടമാണോ? ഓഹോ, ആ കിട്ടി. പാത്തു എവിടെ പോവാ? പാർക്കിൽ പോവാ? എല്ലാരും പാർക്കിൽ പോണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അങ്ങനെ വൈകുന്നേരം പാസ്തയൊക്കെ കഴിച്ചിട്ട് പാത്തു പതുക്കെ കളിക്കാനായിട്ട് പാർക്കിൽ പോവാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം കളിക്കാനായിട്ടൊക്കെ പോയിട്ട് ക്ഷീണിതയായിട്ട് വന്നിട്ട് രാത്രി എളുപ്പം ഉറങ്ങാറുമുണ്ട്. അപ്പോൾ പാത്തു കളിക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് ചുറ്റും നടക്കും, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ. പാത്തുവിൻ്റെ ഫ്രണ്ട് അയിനു ചേച്ചിയും പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ പാർക്കിൽ. അപ്പോൾ ഡെയിലി പോകുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കയറി പോരാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ചില ദിവസം കരയും പോരുന്നില്ല എന്ന് പറഞ്ഞ് ചില ദിവസം ആളിങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ പോരും. അങ്ങനെ ഞങ്ങളുടെ നടത്തവും കഴിഞ്ഞ് പിന്നെ ഇവരെയും കൊണ്ട് വന്ന് ഇവളെ പിന്നെ കുളിപ്പിച്ചു, മേലൊക്കെ കഴിയിച്ചു അവളുടെ. ഞാൻ പിന്നെ കുളിച്ച് വിളക്ക് വെച്ചു. അപ്പോൾ നാമം ജപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കുന്നതിന് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് അതിന് മുന്നേ പറഞ്ഞു, വിളക്ക് കത്തിക്കുമ്പോഴേ പറഞ്ഞു എനിക്ക് വിശക്കുന്നെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശക്കുന്നെന്നും പറഞ്ഞിരുന്നാണ് നാമം ജപിച്ചത് തന്നെ. നാമം ജപിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഒന്നുകൂടെ ഫുഡ് കൊടുക്കും. അപ്പോൾ ഇപ്പം പാർക്കിലൊക്കെ പോയി കളിച്ച് വന്നതല്ലേ, ക്ഷീണിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ആക്റ്റീവായി. പിന്നെ ഡാൻസ് കളിയാണ് കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുമ്പോഴത്തേക്കും നല്ല ടയേർഡാകും. പ്രത്യേകിച്ച് ഇപ്പോൾ പകലുറക്കം കൂടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾ ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ട് പെട്ടെന്ന് ഉറങ്ങിയും പോകാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഇവൾ ഇതേപോലെ തന്നെ ആയിരിക്കത്തില്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ചില ദിവസം ഇച്ചിരി പിണക്കവും വഴക്കും പരിഭവവും ഒക്കെ ഉണ്ടാകും, നല്ല മൂഡായിരിക്കത്തില്ല. ചില ദിവസം നല്ല മൂഡായിരിക്കും. ഇന്നിപ്പോൾ എന്തായാലും ആൾ ആക്റ്റീവായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ദിനു ഓഫീസിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ദിനുവിൻ്റെ തോളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്നെ എടുക്കാവോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് സമയം കുഞ്ചിയൊക്കെ നടക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ രാത്രിയിലും കഞ്ഞി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കഞ്ഞി കൊടുക്കുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് എൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. അവൾക്ക് കൊടുക്കുന്ന ഫുഡും അവളുടെ കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു 9 മണി കഴിയുമ്പോഴത്തേക്കും ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കും, കാരണം ഇപ്പോൾ നേരത്തെ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബാത്റൂമിലൊക്കെ പോയി മുഖമൊക്കെ കഴുകി വന്ന് അവൾ തന്നെ കിടന്ന് അവിടെ അങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എൻ്റെ കുഞ്ഞാന്നൊക്കെ പറഞ്ഞ് അതിനെയും കെട്ടിപ്പിടിച്ചാണ് കിടന്നത്. അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലെങ്ങാനും അവൾ പകൽ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവൾ രാത്രിയിൽ എന്ത് ചെയ്താൽ ഉറങ്ങില്ല, 1 മണി 2 മണി വരെയൊക്കെ ഉറങ്ങാതിരിക്കാറുണ്ട്. പകൽ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എളുപ്പം ഉറങ്ങും കേട്ടോ രാത്രിയിൽ. അങ്ങനെ ഉറക്കമായി. അപ്പോൾ അവളുടെ ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവസാനിക്കുകയാണ്. അപ്പോൾ പാത്തുവിൻ്റെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.